അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ 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 വിളി കേട്ട് ആയുഷുമ്മ പഠിച്ചോനെ ആരാണ് വാതിലിൽ മുട്ടുന്നത്? പെട്ടെന്ന് ഉമ്മ നിസ്കാരപ്പായിൽ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റു. ആരാവോ? എൻ്റെ നൊസി വന്ന് അടുക്കളയിൽ വന്ന് പോയിന്. പഠിച്ചോനെ ബേജാറാണ്. ഏതായാലും ആ പെണ്ണ് ഇവിടെ ഉണ്ട്, ഒരു സമാധാനമായിരുന്നു. ആ ചിന്തയിലായിരുന്നു ആയുഷുമ്മ നിന്നിരുന്നത്. പെട്ടെന്നാണ് വാതിലിനെ മുട്ട് കേട്ടത്. ഉമ്മ ഉമ്മ പഠിച്ചോനെ ആരാ? ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ഷെറീനെങ്ങാനും ആണോ? എന്തേ ഫിത്തിന ഉണ്ടാക്കാനായിട്ട് വരികയാണോ അറിയില്ല. ആയുഷുമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ്. എഴുന്നേറ്റപ്പോൾ കാലങ്ങോട്ട് നീരുന്നില്ല. കുറച്ചേരം ഇരുന്നാൽ പിന്നെ അങ്ങനെ നീച്ചാങ്ങോട്ട് കഴിയൂല. അല്ലാ, എൻ്റെ റബ്ബേ, നടക്കാനൊന്നും വെച്ച കുട്ടികളെ പഴയമാരൊന്നും. ആയുഷുമ്മ നേരെ അതാ അടുക്കള വാതിലിൻ്റെ അങ്ങോട്ട് ചെന്നു. ആരാന്നാവോ? ഉമ്മ വീണ്ടും ആ ഒരു വിളി. ആരാ? ഉമ്മ അസ്സലാമു അലൈക്കും. പഠിച്ച റബ്ബേ, വലൈക്കും അസ്സലാം. ആയുഷുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ സമീറയെ ചേർത്ത് പിടിച്ചു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി ആ പോക്ക് പോയതാണല്ലോ. എവിടെയായിരുന്നു എൻ്റെ കുട്ടി? ഉമ്മ എന്നെ വിളിച്ചിട്ടൊന്നും ഒരു അഡ്രസ്സും കിട്ടിയില്ല. ഞാൻ എൻ്റെ മോനോട് പറയായിരുന്നു, മോനെ ഷമ്മാസെ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കി. മനുഷ്യന്മാരെ കാര്യമല്ലേ, ഫോണും സ്വിച്ച് ഓഫ്, ഒന്നും ഒരു വിവരമില്ല. ഇന്ന് പോയേക്കാൻ വേണ്ടി ഇന്നൊന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കേനു. ഞാൻ പറഞ്ഞു ഞാനും വരാം, ഞാനും വരാം, നമുക്കൊന്നെന്ത് ഇറങ്ങാം. കാരണം മനുഷ്യന്മാരെ കാര്യമല്ലേ, കൊന്നിട്ടാൽ പോലും ആരും അറിയില്ലല്ലോ. റബ്ബേ, ഞാൻ സമാധാനമില്ലാതെ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യായിരുന്നു ഞാൻ. റബ്ബേ, ഒന്നും പറ്റാതെ. ഉമ്മ സത്യം പറഞ്ഞാൽ ആയിഷമ്മയുടെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടപ്പോൾ സമീറയും കരഞ്ഞു പോയി. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ മോളെ ഗുളികയും മരുന്ന് പോലും എടുക്കാതെ കുട്ടി പോയത്. ഉമ്മ ഞാൻ അന്ന് തന്നെ വരാമെന്ന് വിചാരിച്ച് പോയതല്ലേ ഉമ്മ. മോളെ സാരല്ലേ, ഏതായാലും ഉമ്മാൻ്റെ കുട്ടി ചായൻ്റെ വെള്ളം എന്തെങ്കിലും കുടിച്ചിക്കണോ? അതൊക്കെ കുടിക്കമ്മ, അതൊന്നും പ്രശ്നമില്ല. മോളെ ഇരിക്ക്, ക്ഷീണമൊന്ന് മാറ്റിക്കാളാം. അല്ല, എങ്ങനെ അവിടുന്ന് പോകുന്നത്? ഉമ്മ ഞാൻ രക്ഷപ്പെട്ടതാണ് ഉമ്മ അവിടുന്ന്. മോളെ എൻ്റെ സ്ഥിതിഗതികളൊക്കെ എനിക്കറിയാം, എനിക്ക് നല്ല ഇടങ്ങാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കെട്ടിയ പുതിയാപ്പിള അവിടെ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ ഉമ്മല്ലേ അവിടെ ഉള്ളത് എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ക്ഷമിച്ച് നിന്നത്. വന്നോളും കരുതിയിട്ട്. സത്യമായിട്ട് മോളെ ചായൻ്റെ വെള്ളം നുസി ഉണ്ടാക്കിനു, അത് പോയി കുടിച്ചോളി. ഉമ്മ അപ്പോൾ തന്നെ അത് അടുക്കളയിലേക്ക് ചെന്നു ഒരു ഗ്ലാസ്സിൽ ചായ ഒഴിക്കുന്നു. ഉമ്മ അതൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ മോളെ ഇത് കുടിച്ചോളി, ദാഹിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ക്ഷാമോ എന്തോ ഒരു കടി കൊടുന്ന് ചെയ്യാനല്ലോ അവിടെ രാവിലേക്കൊക്കെ എന്ന് കരുതിയിട്ട് ഉമ്മ അപ്പോൾ തന്നെ അതെടുക്കുവാൻ വേണ്ടി പോകുന്നു സ്റ്റോർ റൂമിലേക്ക്. ഉമ്മ ഇപ്പം വേണ്ടമ്മ, ഞാൻ എടുത്തോളാം, നിങ്ങൾ എടുങ്ങാറാണ്ട. മോളെ എന്നാ ധോനെ, എന്നാ എന്തോ പലഹാരം കണ്ടോന്ന് കൊടുക്കുന്നതായിരുന്നു, എന്നാ ഇത് തിന്നോളൂ, അത് കടിച്ചു വിട്ടോളൂ. ഉമ്മ വേണ്ടുമ്മ, ഞാൻ എടുത്തോളാം, നിങ്ങൾ എടുങ്ങാറാവില്ലേ. ഉമ്മ നുസി ഇവിടെ? മോളെ ഓള് അങ്ങോട്ട് ചായക്ക് ഇങ്ങ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു മാണ്ട മോളെ, ഉമ്മാൻ്റെ കുട്ടി അതിനെ നിൽക്കല്ലേ. പക്ഷെ അപ്പോൾ ഒന്ന് ചായൻ്റെ ഉള്ളൊക്കെ കൊടുന്ന് വെച്ച് കാണ്ട് ഓളാണ് റൂമൊക്കെ പോയിട്ട് വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അടുക്കളയിൽ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു സംസാരം കേട്ട് നുസി അതാ വാതിൽ തുറക്കും. ആരാ റബ്ബേ അവിടെ? ഉമ്മ ആരമ്മ അവിടെ? പഠിച്ചോനെ ആരത്? സെമിത്തയോ? ഇത്താത്ത മോളെ നുസിയെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമായിട്ടോ നിങ്ങൾ പോയത്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇഷ്ടമില്ലായിട്ട് നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോയോ എന്ന് വിചാരിച്ചു. സത്യമായിട്ട് മോളെ എങ്ങനെയടി അങ്ങനെ ഒരാൾ കരഞ്ഞ് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അവിടെ അങ്ങോട്ട് ആയിപ്പോയി മോളെ. നിങ്ങൾ 2-3 ദിവസം കൊണ്ട് മുഖമൊക്കെ വല്ലാണ്ട് ഇങ്ങോട്ട് ദഹിക്കണല്ലോ. എന്താ പറ്റിയത്? മോളെ ഒന്നുമില്ല. അല്ല മുഖമൊക്കെ ഇങ്ങോട്ട് ഒരു കരിവാളിപ്പ് വന്നേ പോലെ. നുസിയെ ഒന്നുമില്ലടി. ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ കുറ്റമോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റമോ അവൾ അവിടെ പറഞ്ഞില്ല. നുസി അപ്പോഴേക്കും
ദോശക്കുള്ളത് അരച്ചു വെച്ച് റൂമിലേക്ക് എന്തിനോ പോയതായിരുന്നു. വന്നിട്ട് ചുടാമെന്ന് കരുതി അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സമീറ പറഞ്ഞു, അല്ല എങ്ങോട്ടാ നുസി? വേണ്ട, ഞാൻ ഇരുന്നോളാം, ഞാൻ ചുട്ടോളാം, അവിടെ ഇരുന്നോ, ഇരിക്കല്ല, മെല്ലങ്ങ് നടന്നോ, ഞാൻ ചുട്ടോളാം ദോശയ്ക്ക്. സത്യം പറഞ്ഞാൽ അതവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായി. കാരണം തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് നുസൈബ് തന്നെ അത് ചുടുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. സമീറ അത് അവൾക്കൊരു ഇത്താത്തയെ പോലെയാണ്. ഇത്താത്തയുടെ ഒരു സ്നേഹവും കരുതലും അവൾക്ക് നന്നായി ഉണ്ട്. സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ തന്നെ അതാ അവൾക്ക് വല്ലാത്തൊരു മനസ്സമാധാനം. എന്തെന്നറിയില്ല, അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അതെ, തൻ്റെ ഭർത്താവിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ അവൾക്ക് ആലോചിക്കാൻ തന്നെ ഭയമായിരുന്നു. റബ്ബേ, അല്ലാ, റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്, നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. പെട്ടെന്നാണ് അവൾക്ക് ആ ഓർമ്മ വന്നത്. ഐഷു, അതെ, ആ പൊന്നുമോളെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഹൃദയം വല്ലാതെ വേദനിച്ചു. റബ്ബേ, ഉമ്മയില്ലാത്ത കുഞ്ഞ് എൻ്റെ കൂടെ വരാൻ വേണ്ടി ഒരുപാട് ആ കുഞ്ഞ് കരഞ്ഞു. റബ്ബേ, പാവം ഉമ്മ. മോളെ സെമിയെ, എനിക്ക് വന്നപ്പോൾ തന്നെ പണി തുടങ്ങിയില്ലടി. ആ കുഴപ്പമില്ലമ്മ, അതിനിപ്പോൾ എന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂമ്മ, എനിക്ക് സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മോളെ കരയല്ലേ? എന്തിനാ മോളെ കരയുന്നത്? അതൊന്നും സാരമില്ല. എന്തായാലും എൻ്റെ പ്രാർത്ഥന പഠിച്ചവൻ കേട്ട് ഞാൻ കരയായിരുന്നു 5 വക്തിലും. അല്ലാ, ഓളങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടിലാക്കരുതേ, ഇങ്ങോട്ട് എത്തിക്കണേ. അല്ല മോളെ, എന്താ മോള് ഫോണൊക്കെ അടിച്ചിട്ട് എടുക്കാത്തത്? ഫോണ് ബെല്ലെന്നെ അടിക്കണില്ലല്ലോ, സ്വിച്ച് ഓഫ് ആയി പോയോ? എന്താ സംഭവിച്ചത്? ഞാൻ നുസിനോട് കുറേ പറയും, മോളെ നുസിയെ സമീറാൻ്റെ ഫോണൊക്കെ ഒന്ന് വിളിച്ചാടി. ഓള് കുറേ നെക്കി നോക്കും. ഷാമോനോട് പറയും, മോനെ ഷാമോനെ ഒന്ന് അടിച്ചു നോക്കാണി മാൻകുട്ടി, ആ ഫോണൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഉമ്മ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. എന്താ നാവല്ലേ മോനെ, എന്താ നാവല്ലേ അങ്ങനെ പറയണത്? മോനെ, അത് ഫോണ് കേടെന്നിട്ടോ. ഉമ്മ, ഫോണ് കേട് വരുന്നൊന്നുമില്ല സ്വിച്ച് ഓഫ് ആകാൻ. അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലും സ്വിച്ച് ഓഫ് ആകും, അതല്ല സിം മാറ്റിയാലും സ്വിച്ച് ഓഫ് ആകും, അങ്ങനെയൊക്കെ ഉണ്ട്. പഠിച്ചോനെ, ആരപ്പം അതിൻ്റെ സിമ്മൊക്കെ? ഉമ്മ, നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്കൊരു പ്രാവശ്യം. എന്താ മോനെ ഈ പറയണത്? തൽക്കാലം ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. അതെ, വലിയൊരു രഹസ്യം പറയാനുണ്ടല്ലോ, ഉമ്മയുടെ ആ ഒരു സ്വർണത്തിൻ്റെ കഥ. അതെ, അത് ഉമ്മ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഉമ്മാൻ അതിനായിട്ട് വേണ്ട. സത്യം പറയാൻ ഷമ്മാസ് ആ ഭാഗം മറച്ചു കളയുകയാണ്. എന്നാൽ പലവട്ടമായിട്ട് മുഹ്സിൻ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ല ഷാമോനെ, എന്താടാ ചെയ്യേണ്ടത്? ഉമ്മാൻ്റെ സ്വർണ്ണമൊക്കെ ഒരു സംഖ്യക്ക് ഉണ്ടടാ, അപ്പം നല്ല വില അടിച്ച് കയറിയിരിക്കുകയാണ് പൊന്നുമോനെ. ഏത് രീതിയിലുള്ള മോഡലുള്ള പള്ളിയാണ്, ഏത് സ്ഥലത്താണ് എടുക്കണമെന്ന് വെച്ചാൽ അടിപൊളിയാക്കാം മോനെ. അത്രക്കും സംഖ്യൻ്റെ സാധനമുണ്ട്. പക്ഷെ അതെല്ലാം കൂടി വേണ്ടി വരില്ല, എൻ്റെ പകുതി തന്നെ മതിയാവും. തങ്ങളെ, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി, അത് ഉമ്മാക്ക് സമ്മതമേ ഉള്ളൂ. പിന്നെ പാവപ്പെട്ടവർക്ക് കുറച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം പാവപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉള്ളവരുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരുപോലെ ജീവിക്കണം, അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് പടച്ച റബ്ബ് നമുക്ക് സമ്പത്ത് നൽകുന്നത്. ഒരു കൂട്ടർ നല്ല ഉഷാറായി കഴിയുക, മറ്റു കൂട്ടർ പാവങ്ങളായിട്ട് അങ്ങനെ കഴിയുക, അങ്ങനെയല്ല. എല്ലാവർക്കും ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് സമം പാലിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് രക്ഷയുണ്ടാവുള്ളൂ. അല്ലാതെ ഒരുപാട് പണക്കാരെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇല്ലാത്തവർക്ക് കൊടുത്ത് റെഡിയാക്കണമല്ലോ. തങ്ങളോട് കാര്യങ്ങൾ പറയും, അത് ഉമ്മ പറയും, അതിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ചെയ്യാം. ഉമ്മയോട് ഈ കാര്യം ഷമ്മാസ് പറയും, ഉമ്മ സ്വർണത്തിനൊക്കെ അടിച്ച് കയറിക്കണ്, 1 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിക്കണ്, എന്താ വേണ്ടത്? പൊന്നാര മോനെ, പള്ളിക്കുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ദാനം ചെയ്യാം, അതല്ലേ നല്ലത്. ഉമ്മാൻ്റെ ഇഷ്ടം പോലെ. എന്നാൽ മുഹ്സിൻ തങ്ങൾ വരും സ്ഥാനം നോക്കാനും കാര്യത്തിനൊക്കെ കേട്ടോ മോനെ. എടാ, അതിൽ ആരൊക്കെ തന്നെ ഒന്ന് നിസ്കരിക്കുകയാണെങ്കിലും അത് വല്ലാത്തൊരു നമുക്കൊരു അനുഗ്രഹം, നമുക്ക് നാളേക്കൊക്കെ ഒരു മുതൽക്കൂട്ടല്ലേ. ശരിയാണ് ഉമ്മ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. പള്ളിക്കും മദ്രസക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ദാനം ചെയ്താൽ അത് എന്നൊക്കെ ഇൽമ പഠിക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മോനെ. സത്യമായിട്ടും വല്ലാത്തൊരു മോനെ. ഏതായാലും ഇപ്പോൾ നമ്മൾ നുസിൻ്റെ വല്യമ്മക്ക് വീടൊക്കെ എടുത്ത് കൊടുത്തല്ലോ, ഇനി നമുക്ക് നുസൈബാൻ്റെ വീടും കൂടെ നന്നാക്കാണ്ട്, പിന്നെ നവാസിൻ്റെ പെണ്ണുങ്ങളുടെ
അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാണ്ട് കേട്ടോ മോനെ. നമ്മളെ കുടുംബത്തിൽ നമ്മളെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കണം. നമ്മളെ കുടുംബത്തിൽ കൊയഞ്ഞവരുണ്ടെങ്കിൽ ഓല അത് രക്ഷപ്പെടുത്തണം ഇൻഷാ അല്ലാ. ഉമ്മ ഒന്നും വിഷയമാക്കണ്ടാക്ക് ഇൻഷാ അല്ലാ. അവർ റാഹത്തോട് കൂടിയ വീട്ടിൽ എങ്ങനെയുണ്ട് എൻ്റെ പൊന്നു മോനെ? സന്തോഷമായിടാ. ഞാൻ വിചാരിച്ച് ചെറിയ വീടായിരിക്കുന്നു. അവരെങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അതിനെക്കുറിച്ച്. എന്നാൽ അന്ന് സമീറ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഷമ്മാസ് കയറി വരുന്നത്. നുസി, ഉമ്മ ഉമ്മ. ആ ഷാമോൻ വന്നോ? എന്താണെന്നറിയില്ല. ഉമ്മ വേഗം പോയി വാതിൽ തുറക്കാൻ പോകുന്നു. അല്ലാ, കുട്ടി വന്നിക്കണോ? മോനെ, ഷാമോനെ. ഉമ്മ ചിരിച്ചുകൊണ്ടാണ്. ആ ഉമ്മ എന്ത് ഇത്ര സന്തോഷം. സന്തോഷത്തിനൊക്കെ വക ഉണ്ടായിട്ട് തന്നെ സന്തോഷിക്കണേ. വെറുതെ സന്തോഷിക്കൂലല്ലോ. മറ്റൊരു ബേജാറുള്ള ഉമ്മാനെ മുഖത്തേക്ക് നോക്കുമ്പോൾ പൊന്നു മോനെ അടുക്കളയിലേക്കൊന്നാണ് നോക്കിക്കാളാം. എന്തു ഉമ്മ? എന്താ? ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ. നേരെ അതാ ഷമ്മാസ് അടുക്കളയുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നു. മാഷാ അല്ലാ. ഇത്ത എപ്പോഴെത്തിയത്? ഷാമോനെ കണ്ടപ്പോൾ അവൾ തട്ടമെല്ലാം ശരിക്കിട്ട് മറഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അത് ഞാനിന്ന് രാവിലെയാണ്. ആ അത് ശരി, 3-4 ദിവസം അങ്ങോട്ടല്ലേ? ആ സാരല്ല, കുഴപ്പമില്ല. ഉമ്മമാർക്കൊക്കെ വയ്യാതാകുമ്പോൾ പോകാഞ്ഞാലും പറ്റൂലല്ലോ. എങ്കിലും നിങ്ങൾ പോയല്ലോ, ആവും തന്നെ വലിയ അത്ഭുതം. ഇതൊക്കെ റാഹത്തല്ലേ? ഉമ്മാക്ക് എങ്ങനെ ഉണ്ട്? ഉമ്മാക്കിപ്പോൾ കുറച്ച് കുറവുണ്ട്. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. പക്ഷേ തൻ്റെ വീട്ടിൽ നടന്ന ഒരു വിശേഷം അതവൾ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഷമിത, എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ? ഒന്നുമില്ല. ഇത് ചായയും കടിയൊക്കെ ഇക്കണ്. അവൾ കറി ഉണ്ടാക്കുകയായിരുന്നു. നുസിയുമുണ്ട് തൊട്ടടുത്തായിട്ട്. ഇക്ക ഇന്ന് സമാധാനം സന്തോഷമായില്ലേ? മറ്റത് ഭയങ്കര ബേജാറായിരിക്കുമല്ലേ? ആ അതെ, സമാധാനമുണ്ട് അൽഹംദുലില്ലാ. എന്നാൽ നുസൈബ അന്ന് കൂടുതലായിട്ട് അവൾക്ക് ഇരിക്കുവാനും നിൽക്കാനും പറ്റാത്ത ഒരവസ്ഥ. റബ്ബേ, നുസി എന്തു പറ്റി? അവിടെ ഇരുന്ന് കുറച്ചു നേരം മതിയല്ലോ. എന്തിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്? നുസി, സത്യം പറഞ്ഞാൽ സമീറക്ക് ആകെപ്പാടെ എന്തൊക്കെയോ ഒരു ബേജാറ്. നുസി, എന്തെങ്കിലും ഉണ്ടോ? മോളെ പറ മോളെ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ലത്താ, ഒന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ. പിന്നെന്തങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യാത്ത? ഒന്നുമില്ല, ഞാനിങ്ങനെ. നുസി, സത്യം പറ മോളെ, എന്തെങ്കിലും ഉണ്ട്? ഉമ്മാനോട് ഞാൻ പറട്ടെ? വേണ്ട താത്ത, പറയൊന്നും വേണ്ട. എന്തിനു പറയണേ? ഇത് കയ്യിൽ പെട്ടേന്നല്ലേ. എന്തെങ്കിലും പെയിനും എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, പെയിനൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു അതിപ്പോൾ അവസാനമാകുമ്പോൾ. നുസി മോളെ, നീ പഠിക്കണ കുട്ടിയല്ലേ, MBBS ആകാനൊക്കെ നിൽക്കല്ലേ. നിനക്ക് കുറേയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ല. നുസീബ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ വേഗം ചായയുമെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ ഉമ്മ ഷാമോനെ വിളിച്ചോളി, ചായ കൊടുക്കുക. വാ നുസിയെ. നുസിയുടെ കൈ പിടിച്ചുകൊണ്ട് സമീറ അതാ അവളെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെല്ലുന്നു. മോളെ ഇരിക്കും നുസി, ഞാൻ നിന്ന് കുടിച്ചോളത്താത്ത. അത് നിന്നോ? ഇവിടെ ഇരിക്കാൻ കഴിയണില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒന്നുമില്ല. പിന്നെന്താ, ഇരുന്നോളി. അവൾ പതുക്കെ അവിടെ ഇരുന്നു. പാവം സമീർ തന്നെ അവൾക്ക് ചായയും കടിയുമെല്ലാം എടുത്തു കൊടുത്തു. കറിയെല്ലാം ഒഴിച്ച് കൊടുത്തു. എന്താ, കഴിച്ചോളി, വയറ് നിറച്ച് കഴിച്ചോളി. ഉമ്മയും ഷാമോനും നുസൈബാക്കും അത് വല്ലാത്തൊരു ആശ്വാസമായി. റബ്ബേ, ഒരാളുള്ളത്, വീട്ടിലൊരാൾ, അതും ഈ ഒരു സിറ്റുവേഷനിൽ. ഉമ്മയുടെ സ്ഥിതി അതാണ്. ഉമ്മക്ക് എപ്പോഴെങ്കിലുമൊക്കെ എണീക്കാൻ കഴിയും, ചിലപ്പോൾ എണീക്കാൻ കഴിയൂല, അങ്ങനത്തെ സിറ്റുവേഷൻ. നുസൈബയാണെങ്കിൽ 10 തികഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണ്. ഈ ഒരു സമയത്ത് ഒരു പെണ്ണ് ഹെൽപ്പിന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത മനസ്സിക്ക് സമാധാനമാണ് തോന്നിയത്. എന്ത് നുസി, കഴിക്കണില്ലല്ലോ? സമീറ അവളെ നിർബന്ധിച്ചു. ഒരു ദോശ കൂടി തീരെ കഴിച്ചില്ലല്ലോ. ഇത്ത, ഞാൻ കഴിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചോളാം. അന്ന് സമീറ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നുസൈബയെ, മോൾ അവിടെ വെച്ചേക്ക്, പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം. മോളൊന്ന് വേണമെങ്കിൽ കുളിച്ചോ? ഇത്ത, ഇപ്പോൾ തന്നെ. അല്ല, ഒന്ന് കുളിച്ചോ എന്തായാലും കേട്ടോ. സത്യം പറഞ്ഞാൽ സമീറാക്ക് നുസൈബയുടെ ആ ഒരു കാട്ടിക്കൂട്ടലെല്ലാം കാണുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, എന്തെങ്കിലും ഉണ്ടോ ആവോ? ഒന്നും പറയണമില്ല. എന്താവോ? സാധാരണത്തെ രീതിയിൽ അങ്ങനെയൊന്നല്ല. എന്തെങ്കിലും. നുസി, ഇത്താനോട് പറയാൻ കേട്ടോ, എന്തുണ്ടെങ്കിലും മറച്ചു വെക്കരുത് കേട്ടോ.
ഏ കാരണം എന്താണെന്നോ പറയാൻ പറ്റൂലേ. എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ. ഇതിനെക്കുറിച്ച് അറിയണവരാണ് കുഴപ്പമില്ല. എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞിട്ടിക്കണ് എൻ്റെ അനിയനെ പ്രസവിക്കണ ആ ഒരു സമയത്ത് അറിയാതെ ജോലി ചെയ്യുന്നതിനിടയിലൊക്കെ പ്രസവിച്ചു പോയിന്നോ, എന്നിട്ട് കുട്ടിയെ പിടിച്ച് എൻ്റെ ഉപ്പ നിന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിക്കണം. ഒസാത്തി വരുവോളം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടിക്കണം. എനിക്ക് പേടിയാണ് മോളെ. അതാണ് ഉമ്മനോട് ഞാൻ പറയട്ടെ, ഇത്താത്ത ഇത് ഒന്നാമത്തെ പ്രസവല്ലേ, അപ്പം അങ്ങനെയൊക്കെ അതിൻ്റേതായ ഇതുണ്ടാവും മോളെ. സത്യം പറഞ്ഞാൽ നുസൈബയുടെ കാര്യമാലോചിച്ച് സമീറക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ നുസൈബയുടെ മുഖഭാവമൊക്കെ മാറി തുടങ്ങി. ഇല്ല, അല്പം ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. എന്തായാലും ഉമ്മയോട് കാര്യമൊന്ന് പറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ ഉമ്മ പറയൂലേ എന്നോട് മിണ്ടിയില്ല എന്നുള്ളത്. നുസി ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലത്താ. അത് എന്താ അറിയില്ല, എന്തോ ഒരു ആ ഉമ്മയുടെ അരികിലേക്ക് അതാ അവൾ സമീറ ചെല്ലുന്നു. മോളെ എന്തൊക്കെയാ എൻ്റെ വർത്താനം? എന്തായി പോയിട്ട്? ഫോണൊക്കെ എവിടെ? ഒന്നും വിളിച്ചിട്ടൊരു വിവരമില്ല, ഒരു കഥ. എന്തേനും എൻ്റെ ഒന്ന് എന്നോട് ഇജ്ജ് തുറന്ന് പറയോ? എല്ലാ ഇജ്ജ് ആർക്ക് വേണ്ടി മറച്ചു വെക്കണത്? എൻ്റെ ജീവിതം ഇജ്ജ് നോക്കണം എന്ന് എനിക്കറിയില്ലേ? ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നമ്മൾ താന്ന് കൂന്ന് ഓലെ കാലിൻ്റെ ചോട്ടിൽ നിൽക്കരുത്. നമ്മൾ തൻ്റെട്ടോടെ നമ്മളെ ജീവൻ രക്ഷിക്കണം, അല്ലാതെ നമ്മളെ ചവിട്ടി അരക്കും. മോളെ സമീറ, ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക, ഈ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് പറയണം. മോളെ ഒന്നും മറച്ചു വെക്കണ്ട. ഉമ്മ എന്തേ? അല്ല മോളെ, എൻ്റെ ഫോൺ ഇവിടെ. മോളെ സത്യം പറയണം, ഞാൻ എന്നോട് ചോദിക്കണതിന് മാത്രമേ ഉത്തരം പറഞ്ഞാൽ മതി. സത്യം പറ, മോളുടെ ഫോൺ എവിടെ? ഉമ്മ അത് പറഞ്ഞോ, മോളുടെ ഫോൺ എവിടെയാണ്? ഉമ്മ അത് കാണുന്നില്ലമ്മ, ഞാൻ കുറേ നോക്കി. മോളെവിടെ വെച്ചിരുന്നു? അവനാൻ്റെ ഫോണൊക്കെ കാണാനില്ല. ഞാനോ വേറൊരു ഫോണിൽ നിന്ന് എനിക്ക് ബെല്ലടിപ്പിച്ച് നോക്കാനൊന്നും പറ്റിയില്ല. ഉമ്മ വെച്ച സ്ഥലത്ത് എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ടായിരുന്നു. മോളെ അതൊക്കെ ശരിക്കും നോക്കി വെക്കണ്ടേ? ഉമ്മ ഞാൻ എന്നും എപ്പോഴും വെക്കണ സ്ഥലത്ത് തന്നെ വെച്ചത്, കിച്ചണിൻ്റെ അലമാരിൻ്റെ അവിടെ ഞാൻ വെച്ചത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. പക്ഷേ ഉമ്മ അതവിടെ കാണുന്നില്ലായിരുന്നു. എൻ്റെ പൊന്നാര മോളെ, വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഈ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം ഞാൻ വിളി തുടങ്ങിയതാണ്. വിളി തുടങ്ങിയിട്ട് ഈ ഫോൺ എടുക്കുന്ന സ്വിച്ച് ഓഫ് ആണ് നിൽക്കുക. ഞാൻ ആകെപ്പാട് ഇടങ്ങാറായിപ്പോയി. എന്താന്ന് വിചാരിച്ചു. അല്ല മോളെ, മോൾക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവിടെ പോയിട്ട്? ഉമ്മ ബുദ്ധിമുട്ട്, മോൾക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് വെറുതെ ഇങ്ങനെ നിൽക്കണത്? അത് കേട്ട് അവൾ ഒരു നിമിഷം കണ്ണീർ വാർത്തു. എന്താ മോളെ കരയണത്? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം, ഓനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അത് പറയും. അവൾ ഇല്ലെന്ന് തലയാട്ടുവാൻ അവൾക്ക് അല്പം പ്രയാസം തോന്നി. മോൾ എന്തുണ്ടെങ്കിലും പറഞ്ഞോ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് അവനെ ഇറങ്ങി പുറപ്പെടുക എന്തേലും ചെയ്യുന്നുണ്ടോ? അവൾ കണ്ണീരോടെ പറഞ്ഞു. ഉമ്മ അതൊക്കെ അല്ല മോളെ, എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഞാൻ ചോദിക്കണത്. ഈ എല്ലാം തുറന്ന് പറയും, എന്നോട് നീ പറയും മോളെ. ഉമ്മ എൻ്റെ സ്ഥാനത്തേക്ക് അവിടെ മറ്റൊരു പെണ്ണ് വന്ന് കയറിയിട്ടുണ്ട് ഇപ്പോൾ. എന്ത് മോളെ? എന്തായിരുന്നു? സത്യം പറയും മോളെ. അതെ, എൻ്റെയൊക്കെ വേറെ കല്യാണം കഴിച്ചോട്ടോ നിൽക്കണം. അത് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമായി പോയുള്ളത്. പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ മോളെ? അതങ്ങോട്ട് ആ കേസാണ്ട് ഒഴിവാക്കുക ഞമ്മക്ക്, അതാ നല്ലത്. ഓനെ വെച്ചുകൊണ്ട് എനിക്കൊരു സമാധാനം സുഖം തരൂല. പോരാത്തിന് അന്നെ ഉപദ്രവിക്കാനും മടുക്കൂല. ഇജ് ദയവായി. എന്താ മോളെ ഇങ്ങനെ ഈ കരയണത്? കരയേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ പഠിച്ചോൻ അതിൻ്റെ വഴിക്ക് കൊണ്ടേക്കോളും. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഉപകാരമില്ലാത്ത ഭർത്താക്കന്മാർ എന്തിനാണ് വെച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു പെണ്ണാകുമ്പോൾ ആ പെണ്ണിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനും നോക്കാനും ഉണ്ടാകും. അതിനൊന്നുമില്ലാതെ വെറും ഈ ഒരു ഉമ്മ, ഞാൻ അവിടുത്തെ ഉമ്മനെ വിചാരിച്ചിട്ട് പോയതാണ്, അല്ലാതെ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് എന്നോട് കൺമുമ്പിൽ കാണരുത് പറഞ്ഞതാണ്. തല്ലിക്കൊല്ലും, എവിടെയും പോയി ചത്തൂടെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു അവസ്ഥ കണ്ട് ശരിക്കും ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. എൻ്റെ പൊന്നാരെ, വല്ലാത്തൊരു പുതുമന്നാണ്. എൻ്റെ പൊന്നാര മോൾ, ഇനി അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ആര് തന്നെ വിളിച്ചാലും പോകണ്ട. ഇനി മരിച്ചു എന്നാണ്ട് പറഞ്ഞാലും ഇജ്ജ് കണ്ട ഫലമൊക്കെ പൂതിക്ക് 2-3 ദിവസം എൻ്റെ അമ്മാനെ പോയി നോക്കിയില്ലേ?
ഉമ്മ സത്യമായിട്ടും ആ ഉമ്മാക്ക് ഞാൻ മരുന്നും വാങ്ങിക്കൊടുത്തു. ഉമ്മ അവിടുത്തുകാരൊന്നും ഓലെ നോക്കണില്ല. മോളെ വല്ലാത്തൊരു പുതുമലേ. ആ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ഉമ്മ അല്ലേ. ആ ഉമ്മ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? മരുന്നും ഗുളികൊന്നും എടുത്തൊന്നും കൊടുക്കണില്ല അമ്മ. അത് ആ ഉമ്മനെ വിചാരിച്ച് മാത്രമാണ് ഞാൻ പോയത്. എൻ്റെ ഭർത്താവിന് എന്നെ ഉമ്മ അല്ലെങ്കിലും ഇഷ്ടമല്ലല്ലോ. എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കൂല. എന്നെ തടിച്ച് മച്ചി അങ്ങനത്തോളം ഇങ്ങനത്തോളം അങ്ങനെ പറഞ്ഞ് വിളിക്കും. പഠിച്ചവനെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ആ ഉമ്മാക്കും വേണ്ടിയാണ് ഞാൻ നിന്നത്. പിന്നെ എങ്ങോട്ട് പോവാൻ? ഏതായാലും ആ ഉസ്താദാണ് പുത്തൻവീട് തറവാട്ടേക്ക് എന്നെ ആദ്യം എത്തിച്ചെന്നത്. അതും മറക്കാൻ പറ്റൂല. മോളെ പെട്ടെന്ന് ഐഷും അതിനെക്കുറിച്ച് വിചാരിച്ചു. മോളെ എൻ്റെ പൊന്നാര കുട്ടിയെ നിന്നെ ചോദിച്ച ആ പെൺകുട്ടി കരയിലുണ്ട് എന്ന് പറഞ്ഞു. മോളെ എന്താ നമ്മൾ ചെയ്യുക? ഞാൻ പറയും ഈ പോയും ചെയ്തു, അല്ലെങ്കിൽ ആ കുട്ടീനെ എവിടെ കൊണ്ടുവന്നാൽ മതിയെന്ന്. ഞമ്മക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. ഷാമോനെ വിളിച്ച് ഉസ്താദ് പറഞ്ഞിട്ടാണല്ലോ. ഷാമോനെ എടാ ഷമ്മാസ്, എൻ്റെ കുട്ടി ഉമ്മച്ചി എന്ന് പറഞ്ഞ് കരയാണ്, ഈ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് കരയാണ്. എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. അപ്പോൾ ഷമ്മാസ് പറഞ്ഞു അതിനെന്താ ഉമ്മ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ചോദിച്ചത്, അപ്പോൾ അവിടുത്തെ ആ ഇത്താത്ത അവരിവിടെ അല്ല, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിക്കണമെന്ന് പറഞ്ഞു. പിന്നീടൊരു മിണ്ടാട്ടം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഉമ്മ സത്യമായിട്ടും ഇന്ന് രാവിലെ നടന്നു പോരുമ്പോഴേ ഞാനുമ്മ ആ കുട്ടിനെയും കൊണ്ട് ഉസ്താദ് നടക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് വേദനയ്ക്കൊന്ന് ഉപ്പച്ചി പറഞ്ഞപ്പോൾ ആ കുട്ടീനെ എടുത്തിട്ടാണ് നടക്കുന്നത്. പൊന്നുമോളെ തന്നെ സത്യം. പഠിച്ചോനെ പാവട്ടോ റബ്ബേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുട്ടിൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു വെക്കട്ടെ. മോളെ ഞാൻ ഒരു കാര്യം പറയാം. ഉമ്മാൻ്റെ പൊന്നു മോള് എൻ്റെ ഭർത്താവിന് എന്നെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോരല്ല നല്ലത്. എനിക്ക് ഇജ് പള്ളിക്കമ്മിറ്റി തന്നെ പോയി നമുക്ക് അപേക്ഷ കൊടുക്കാം. എനിക്ക് ആ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. ഭർത്താവ് എനിക്ക് ചിലവിനും തരുന്നില്ല, ഒന്നിനും വരുന്നില്ല. അപ്പം നമ്മൾക്കൊന്നും ഒഴിവാക്കാലോ. എന്നും ഇങ്ങനെ ഓൻ്റെ ഭാര്യയെ വെറുതെ എന്തെങ്കിലും നിൽക്കണം. ഓൻ്റെ അടിയും തല്ലും കൊള്ളാൻ അന്നെ കണ്ട ഓൻ തല്ലും അല്ലേ, അന്നെ കണ്ട ഓൻ ചീത്ത പറയും. അതെ ഉമ്മ സത്യമായിട്ടും ഞാൻ എങ്ങനെ എൻ്റെ ഭർത്താവിന് ഉമ്മനെയൊക്കെ നോക്കാം, എന്നെ എങ്ങോട്ട് നോക്കില്ല. പക്ഷെ ചീത്ത പറയലും അടിക്കലും ആ ഉമ്മ എനിക്ക് സഹിക്കാൻ കഴിയൂല. എന്നെ കണ്ട പിന്നാലോ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും അങ്ങനെ. ഉമ്മ എന്തായാലും ഇപ്പോൾ എൻ്റെ ഇക്കാക്ക് വേറൊരു പെണ്ണിനൊക്കെ അയക്കണല്ലോ. അതൊന്നും മോളെ അതൊക്കെ നീളം നിൽക്കുമോ ആർക്കറിയാം. ആയിക്കോട്ടെ ഉമ്മ, ഓരോ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഒരാൾ ഇടങ്ങാറാണെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ എന്നെ വിട്ടുവെച്ച് തന്നാൽ മതി. എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, പിന്നെ എന്നെ ഇടങ്ങാറാക്കുന്നുണ്ടല്ലോ. ഓല എങ്ങനെ വെച്ച് ജീവിച്ചോട്ടെ, നല്ല മട്ടത്തിൽ റാഹത്തോട് ജീവിച്ചോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ സമീറയുടെ ആ മനസ്സ് ഐഷുമ്മ അറിയുന്നു. പാവം പെണ്ണ് റബ്ബേ, എന്താ അവളുടെ മനസ്സ്. ഏതെങ്കിലും രണ്ടാം ഭാര്യനെ കൊണ്ട് ഇങ്ങനെ പറയുമോ അവർ നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ എന്ന്? ഏതായാലും റബ്ബേ മോളെ, എന്നാൽ ഞമ്മക്ക് ഒരു പണി ചെയ്യാം. നമുക്ക് ഡൈവോഴ്സിൻ്റെ കാര്യമാണ് ചിന്തിക്കായിരിക്കും നല്ലത്. ഓനെ ഒഴിവാക്കണം. എന്തിനാണ് അങ്ങനത്തെ പുതിയാപ്പിളിനെ എനിക്ക് എന്നെ ഉപദ്രവിക്കുക? ഏത് സമയം കിട്ടിയാൽ ഓരോന്ന് വിളിച്ച് പറയാ. എന്തിനാണ് അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മോള് പറഞ്ഞ അനുസരിച്ചോളി, അതായിരിക്കും നല്ലത്. എനിക്ക് ഓനെ കൊണ്ട് ഉപകാരം ഉണ്ടോ ഇല്ലയോ? ഇല്ലമ്മ, എനിക്കൊരു ഉപകാരമില്ല, ഉപദ്രവം മാത്രം. എന്നാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ പറയുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടല്ലേ ഉമ്മ. എന്തൊക്കെ തന്നെയല്ലോ ഭർത്താവ് എന്നുള്ള ആ ഒരു സ്ഥാനമല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്ത് വെച്ചാൽ ചെയ്തു കൊടുക്കും. പക്ഷെ എന്നെ കണ്ടുകൂടാ. മോളത് സാരല്ല, ഐഷുമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം അതാ റാഹിലയുടെ വീട്ടിൽ റാഹില കൊത്തലും കിളക്കലും കഴിഞ്ഞ് അവളുടെ റൂമിൽ പോയി കിടന്നു. ഒരു പാക്കറ്റ് പാല് നല്ല ഫ്രിഡ്ജ് കൊടുന്നച്ചീനും, അത് വല്ലാണ്ട് കാച്ചി കുടിക്കട്ടെ ഉലക്ക നീച്ചതിന് മുമ്പ്. അവൾ വേഗം അതാ എഴുന്നേറ്റ് പാല് കാച്ചുന്നു. 3-4 മുട്ടയുണ്ട് കൂട്ടിൽ, അതൊന്നും പുഴുങ്ങട്ടെ. അവൾ അതും പുഴുങ്ങി അതാ പാല് വേഗം കുടിച്ചു. 2 മുട്ടയും തിന്നു. ഇനി 2 മോൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. ഉമ്മാക്ക് കൊടുക്കാനൊന്നാവില്ല, ഉമ്മാനെ പത്ര തീറ്റി പോറ്റണ്ട. അവൾ വയറ് നിറച്ച് അതും കിടന്ന് റൂമിൽ പോയി കിടന്നുറങ്ങി. 2 മുട്ട പുഴുങ്ങിയത് അവിടെ ഒളിപ്പിച്ചും വെച്ചു. പാല് കാച്ചിയതും അല്പം മാറ്റി വെച്ചു. മോളെ റായില, മോളെ ഉമ്മ വിളിക്കുന്നു. അതിൻ്റെ റബ്ബേ വിളി തുടങ്ങി. മോളെ എടി മക്ക് തുള്ളി വെള്ളം കാട്ടിക്കാണി ചായൻ്റെ ഉള്ളോ എന്തെങ്കിലും, തൊണ്ട വറ്റ വരണ്ടേക്കണ്. നിങ്ങൾ എടുത്തില്ലേ വെള്ളം? ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വെള്ളം കുറച്ച് കുടന്ന് വെച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് തുടങ്ങിയത്
മറ്റോളുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ ഇപ്പോൾ ഓള് നീച്ചിട്ടും ഇല്ലെന്ന്, ഓളെ കാണാനേ ഇല്ലല്ലോ. അവൾ നേരെ അതാ ചായ്പിലേക്ക് ചെല്ലുന്നു. ഏയ് സമീറ, എന്താ വെളുത് നീച്ചാത്ത സമീറ? ഉമ്മ വെള്ളം ചോദിച്ചനെ. സമീറ, ഇതെന്താ വാതിൽ ചാരി വെച്ചേക്ക? ഇതിപ്പോ എന്താ? വാതിൽ തുറന്ന് നോക്കിയ അവൾ എവിടെ ഇപ്പം ഈ പമ്പറന്നോള്? ബാഗും കാണാനില്ല, ഡ്രസ്സും കാണാനില്ല. വല്ലാത്ത പുതുമ, രക്ഷപ്പെട്ടിക്കണ് കള്ളത്തി. എന്താ മുങ്ങിന്ന് തന്നെ പറയാം. നേരെ ഉമ്മയുടെ അരികിലേക്ക്. അതേ, നിങ്ങൾ നോക്കണ നിങ്ങളെ മരുവോളെ രക്ഷപ്പെട്ടിക്കണേ. എവിടുക്കാന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ. സമീറ മോളെ, സമീറ, നിങ്ങൾ വിളിച്ചാത്തിട്ട് ഒരു കാര്യമില്ല. ഓൾ ഇവിടെ ഇല്ല, പോയിക്കണ്. റാഹിൽ വീടിന് ചുറ്റുമായി നടന്നു നോക്കി. ഇല്ല, എവിടെ ഇല്ല. തുടങ്ങി. ഒന്നുണ്ടല്ലോ മണിയറയിൽ പൂകിക്കെടുക്കണേ, ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ തന്നെ റാഹിൽ അതാ മണിയറയുടെ വാതിൽ മുട്ടുന്നു. ഏയ് റസിയ, നീച്ചാനായില്ലേ? നേരം വെളുത്ത് നല്ലോണം സൂര്യ ഉദിച്ചിക്കണേ. റസിയ, സമയം എത്ര? 8-9 മണി. നീച്ചനൊരു കൂട്ടില്ല. പെട്ടെന്ന് റസിയ വാതിൽ തുറന്നു. ഓ, എന്താണ്? അല്ല, ഇവിടെയൊക്കെ നേരം വെളുത്ത് നീച്ച് ചായം കടി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് നിങ്ങളെ പേരിലാവൊന്നും ഇല്ലേനോ? റസിയയോട് റാഹിലയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ റസിയ ചോദിച്ചു, അതെന്തെത്താത്ത നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണത്? ഇവിടെ ചായം കടിയും മരുമക്കൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടോ? നാത്തൂമാർക്കൊന്നും എന്താ ഉണ്ടാക്കാൻ കഴിയൂലേ? റസിയയുടെ ആ ഒരു ചോദ്യം കേട്ട് റാഹില ഒന്ന് ഞെട്ടി. ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് ഭരിക്കേ? ഇങ്ങോട്ട് ഞാൻ ആരും ഭരിക്കിട്ടില്ലല്ലോ. സമീർ എന്നൊരു അക്ഷരം ഉണ്ടൂരല്ലോ. താത്തേ തന്നെ താന്നു കൂന്ന് നിൽക്കലാണല്ലോ. അവൾ പെട്ടെന്ന്, എന്താ തത്തുന്ന ചായക്കടി? സിറ്റ് ഔട്ടിലെ ആ ഒരു ചെയറിൽ അതാ റസിയ വന്നിരിക്കുന്നു. ചായക്ക് എന്താ കടി? ഒന്നും ഉണ്ടാക്കിയില്ല ഇതുവരെയായിട്ട്. നിങ്ങളൊക്കെ എപ്പം നീച്ചുന്ന ആൾക്കാരാ? ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ഉറങ്ങിപ്പോയിന്ന് വിചാരിച്ചിട്ട്. ആദ്യ ദിവസം തന്നെ മരുമകളുടെ പെർഫോമൻസ് അത് റാഹിലെ ചൂടുള്ളതാക്കി. അതേ, ചായയും കടിയും വേണമെന്നുണ്ടെങ്കിൽ അണ്ട് എടുത്തു തിന്നോളൂ. നേരെ അത് നാസറിൻ്റെ റൂമിലേക്ക് തിരിച്ച്, ഇക്ക ഒന്ന് നീച്ചാ നിങ്ങളെ. ഇക്ക, എന്താടി ഇക്ക, എനിക്ക് പൊറോട്ടയും ബീഫും വേണം, വേഗം പോയി കൊണ്ടുവരും. നിങ്ങൾ പൊറോട്ടയും ബീഫും എല്ലാവർക്കും വാങ്ങണം ഞാൻ പറഞ്ഞില്ല. എനിക്ക് വിശക്കുന്നുണ്ട്, എൻ്റെ വിശക്കുന്നുള്ളതിന് പൊറോട്ടയും ബീഫ് വരട്ടി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. പെട്ടെന്ന് നാസർ എഴുന്നേറ്റ്, എന്താ അത്? വേഗം പോയി കൊടുത്താൽ എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ കഴിയണില്ലേ? എനിക്ക് വിശപ്പിൻ്റെ അസുഖം നിങ്ങൾക്ക് അറിയില്ലേ? അതെ, ആ വീട്ടിലെ മരുമകൾ ഒരു കൊടും ജഗജില്ലി ആണെന്ന് തന്നെ പറയാം. നാസറിനെ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പറഞ്ഞയച്ചു. ഓൾക്ക് ബീഫും പൊറാട്ടയും വേണമല്ലോ. അങ്ങനെ അതാ ചൂടുള്ള പൊറാട്ടയും ബീഫുമായി വരുന്നു. എന്നാ തിന്നോ. എന്താ ടേസ്റ്റ്! വിശന്ന് കുഴങ്ങിയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ. അവൾ വേഗം അതെടുത്ത് തിന്നു. ഭയങ്കര ടേസ്റ്റ്. റാഹില അതെല്ലാം നോക്കി നിൽക്കുന്നു. എന്താ വേണോ? ഞാൻ നോക്കട്ടെ. ഇതിൽ 3 ഉള്ളൂ. ഞാൻ അത് മതിയെന്ന് പറഞ്ഞാൽ 2 നിന്നിട്ട് ബാക്കി ഉണ്ടെയാണ് തരാം. അവൾ വീണ്ടും പൊറാട്ടയും ബീഫും കുഴച്ച് തിന്നുകയാണ്. റായുള്ള സ്റ്റാൻഡേർഡ് ആ മരുമകളുടെ ആക്രാന്തവും ആ ഒരു കാട്ടിക്കൂട്ടിനും കണ്ട് ആർക്കും വെറുപ്പ് തോന്നുന്ന രീതിയിലായിരുന്നു. എന്താ ടേസ്റ്റോ! അപ്പോഴാണ് റാഹിലയുടെ കുട്ടി അങ്ങോട്ട് വന്നത്. മോളെ, എന്നാ നമുക്ക് പൊറാട്ട, എന്നാ ബീഫും കൂട്ടി കഴിച്ചോ. മോൾക്കത് പോരെ? അമ്മായിയെ 2 തിന്നു വിശന്നിട്ടേ. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? ഒരു ബീഫും അതിൻ്റെ ഒരു 1/4 ഭാഗം അനക്കൊണ്ടുന്ന മോളത് തിന്നോ. അമ്മായി ആ മോൾക്ക് വേണ്ടി അത് കൊടുക്കുന്നു. അത് എനിക്ക് വേണ്ട അമ്മായി. അല്ല മോളെ, ഇവിടെ കടിയൊന്നുണ്ടാക്കിയില്ലെന്ന് തിന്നോ. അമ്മായി ആ മകളോട് തിന്നാൻ വേണ്ടി പറയുന്നു. എന്നാൽ അകത്ത് ഉമ്മ, അവൻ്റെ മക്കളെ എനിക്ക് കുറച്ച് ചായൻ്റെ വെള്ളം എടുത്ത് തന്നോട്. നിങ്ങളെന്താ ഇങ്ങനെ? റാഹില ഉമ്മയെ ദേഷ്യം പിടിച്ചൊന്ന് നോക്കി. എന്നാൽ അത് കേട്ടുകൊണ്ട് റസി അങ്ങോട്ട് ചെല്ലുന്നു. ആരപ്പോൾ ഇവിടെ? ഇമ്മ ഇവിടെ ഉണ്ടല്ലേ? എനിക്കാണ് എൻ്റെ ഓർമ്മയില്ല. അല്ല, മങ്ങൾക്ക് എന്താ വേണ്ടിയത്? സത്യം പറഞ്ഞ റസിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ ഒരു സുഖമില്ലാത്ത പെണ്ണിൻ്റെ പോലെയാണ്. എന്ത് നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾക്കിത് പറ്റുമോ? ഇതാ പൊറാട്ടയും ബീഫ് താൻ തിന്നൂടി നിങ്ങൾ.
പെട്ടെന്ന് റാഹില ഉമ്മ ഒന്നും തിന്നലില്ല, ഉമ്മ കട്ടി കുറഞ്ഞ സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കല്. അതെന്താ അങ്ങനെ? ഉമ്മ അങ്ങക്ക് പൂതില്ലേ പൊറാട്ടയും ബീഫും തിന്നാനാ? അതിനെന്താ ഞാൻ കുഴച്ച് തരാലോ എന്ന് പറഞ്ഞു റസിയ ഉമ്മയുടെ വായിലേക്ക് ആ പൊറോട്ടയും ബീഫും കുഴച്ചത് വെച്ച് കൊടുക്കണം. കുട്ടി അത് എനിക്ക് തിന്നാൻ കഴിയൂല, എനിക്കിവിടെ ശ്വാസം കയ്യാണ്. എന്നാ അമ്മ ഈ ചായ കുടിച്ചാണീ. അവൾ നേരെ ഉമ്മാക്ക് ചായ കൊടുക്കുന്നു. ഓ എൻ്റെ കുട്ടിയെ വല്ലാത്തൊരു സമാധാനം, എൻ്റെ തൊണ്ട എന്താ ഉമ്മ അങ്ങക്കൊരു ചായൻ്റെ ഉള്ളൊന്നും ഇവിടെ ഇട്ട് തരാൻ ആരുമില്ലേ? ഈ റാഹില എന്ന് പറഞ്ഞ ഈ താത്തക്ക് എപ്പോൾ ഇവിടെ നീച്ചിരിക്കണ്ട്? എന്താ റാഹില താത്ത നിങ്ങളെ ഉമ്മാനെ നോക്കലില്ല? നല്ല മക്കള് ഉമ്മ നിങ്ങൾ പെറ്റു പോറ്റി വളർത്തിയതൊക്കെ വേസ്റ്റായില്ലേ, വേസ്റ്റ് മക്കള്. റാഹിലയെ കുറിച്ച് അത്രക്കും മോശമായ രീതിയിലായിരുന്നു നാത്തൂൻ റസിയ പറഞ്ഞത്. അതവൾക്ക് വല്ലാത്തൊരു തിരിച്ചടിയായി മാറി. പെട്ടെന്ന് നാസറത് അങ്ങോട്ട് എവിടെ പൊറാട്ട ഒന്നും എടുത്താ? പൊറാട്ട നിങ്ങൾ 3 പൊറാട്ട കൊടുന്നു, അതിൽ 2 എണ്ണം ഞാൻ, ഒന്ന് ഉമ്മാക്ക് ഇത് അവിടെ പിച്ച് പറിച്ചിട്ട് കൊടുക്കണം. ഇതിനെ ബാക്കി വേണ്ടൊരു കഷ്ണം നിന്നോളി. ഒക്കെ തിന്നജ്. ആള് തിരക്കിടില്ലല്ലോ, പിന്നെന്ത് വിഷന്നാ തിന്നണ്ടേ? പാവയും ഉമ്മാക്ക് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കിട്ടോ. സത്യം പറഞ്ഞ റസിയ അവിടെ ഭരണം തുടങ്ങി എന്ന് തന്നെ പറയാം. റാഹില നാസറിന് 2 ദോശ ഇട്ടെടുത്താ. ഭർത്താവിനെ വരെ പേര് വിളിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം. ഒരു നിമിഷം നാസറും അതാ ഞെട്ടിത്തെറിക്കുന്നു. റാഹിലയും നാസറും മുഖത്തോട് മുഖം നോക്കുന്നു. എന്താ ഇത് കഥ? ഇജ്ജ് കെട്ടിക്കൊടുന്നതല്ലേ, സഹിച്ചോ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.